ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനിതാ ഇവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു പാചക വീഡിയോ ആണ്. അപ്പോൾ എന്നും പറയണ പോലെ തന്നെ കൂട്ടുകാരാരെങ്കിലും പുതുതായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇന്ന് ചിരങ്ങ വെച്ചിട്ട് എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളിഞ്ചി ഉണ്ടാക്കാൻ നോക്കാം. അങ്ങനെ ചിരങ്ങ നന്നായിട്ട് തൊലിയും കാര്യങ്ങളൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നടുഭാഗം ഇങ്ങനെ മുറിച്ചെടുത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള കുരുവും കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കണം. അങ്ങനെ കുരുവൊക്കെ മാറ്റി വെച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിൻ്റെ കഷ്ണങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. ചിരങ്ങത നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പയിൽ നന്നായിട്ട് ഇത് അരിച്ച് മാറ്റിയെടുക്കണം. ഇതിൻ്റെ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയെടുക്കണം. ആ സമയം കൊണ്ട് 2 ശർക്കര നന്നായിട്ട് ശർക്കരപ്പാനിയായിട്ട് മാറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യം ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, കുറച്ച് പുളിയും കൂടെ വേണം കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഉണ്ടായിട്ട് ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി ഇത് നന്നായി ഇളക്കി എടുക്കുക. ഇതിലൊരു ബ്രൗൺ കളർ ആവണ വരെ ഇളക്കി യോജിപ്പിക്കുക. തീ നന്നായിട്ട് കുറച്ചതിന് ശേഷം അരച്ച് വെച്ചിട്ടുള്ള ചിരങ്ങേൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ചെറുതീയിൽ നന്നായിട്ട് കുറുക്കിയെടുത്തതിന് ശേഷം കുറച്ച് പുളിയും കൂടെ ചേർത്ത് ഇളക്കി നന്നായിട്ട് കുറുക്കിയെടുക്കണം. കൈയിടാതെ ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതിന് ശേഷം നന്നായി കുറുകി വന്നതിന് ശേഷം ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുത്ത് എല്ലാം കൂടെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. അങ്ങനെ സ്വാദിഷ്ടമായ ചിരങ്ങാപ്പുളിഞ്ചി തയ്യാറായിട്ടുണ്ട്. ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ബിരിയാണീൻ്റെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ പറ്റിയൊരു അടിപൊളി ഡിഷാണ്. നമ്മൾ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.